ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മൾ വനിതാ കമ്മീഷൻ നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഇനി അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു പാർട്ടായിട്ടാണ് നൽകുന്നത്. സോ നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. പേര് ധാരാളം പ്രാവശ്യം നമ്മൾ വാർത്തയിൽ കേൾക്കുന്ന ഒരു പേരാണ് പി സതീദേവി. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന, ശരിയല്ല തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ഇവയൊന്നുമല്ല. നമ്മുടെ സതീദേവി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടൊക്കെ നമുക്കറിയായിരിക്കും. സതീദേവി ശരിയായിട്ടുള്ള കാര്യമാണ്. ബാലാമണി അമ്മയാണോ? കവയത്രിയായിരുന്നു ബാലാമണി അമ്മ. ആക്ച്വലി നമ്മുടെ ആദ്യത്തെ അധ്യക്ഷയും ശരിക്കും പറഞ്ഞാൽ കവയത്രിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ബാലാമണി അമ്മയായിരുന്നില്ല. നമുക്കറിയാം സുഗതകുമാരിയായിരുന്നു. സുഗതകുമാരി ടീച്ചറായിരുന്നു. സുഗതകുമാരിയും ഇതേപോലെ തന്നെ ലിറ്റററി വർക്ക്സ് ഒക്കെ ധാരാളം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് ഒക്കെ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമ്പലമണി, രാത്രിമഴയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന വനിതാ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഉത്തരമായല്ലോ, നമ്മുടെ 2 ആണ് തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് 2 ആണ്. 1996 നമുക്ക് നമ്മുടെ AK ആന്റണി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ ഈ 1996 ഓർക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു. ഈ 96 നടന്ന വളരെ വലിയൊരു സംഭവം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ് ചാരായ നിരോധനം. അതും ആന്റണി സർക്കാരിന്റെ സമയത്ത് തന്നെ. അപ്പൊ അതേ കൊല്ലം തന്നെയാണ് നമ്മുടെ വനിതാ കമ്മീഷനും രൂപീകരിച്ചത്. ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല, ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണേ. ഇനി അടുത്തത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1996 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. അതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, അപ്പൊ അത് വീണ്ടും എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. ശരിയായിട്ടുള്ള കാര്യമാണെന്ന് അറിയാമല്ലോ. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. അതെ, അന്നത്തെ വളരെ പ്രഗത്ഭയായ, വളരെ പേരുകേട്ട ഒരു എൻവയോൺമെന്റലിസ്റ്റും അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയുമായിരുന്നു നമ്മുടെ സുഗതകുമാരി. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് പോലെയുള്ള മൂവ്മെന്റ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്, നമ്മുടെ സൈലന്റ് വാലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെന്റ്, അതേപോലെ തന്നെ വനിതകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ശബ്ദമുയർത്തിയ അന്ന് ജീവിച്ചിരുന്ന വളരെ പ്രഗത്ഭയായ ഒരു വ്യക്തിയായിരുന്നു സുഗതകുമാരി. അപ്പൊ അങ്ങനെയാണ് അന്നത്തെ സർക്കാർ സുഗതകുമാരിയെ അധ്യക്ഷയായി നിയമിക്കുന്നത്. ആദ്യത്തെ അധ്യക്ഷയായി 1996 മുതൽ 5 വർഷക്കാലം അധ്യക്ഷ സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി പി സതീദേവിയാണ്. അതും ശരിയാണ്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ 2 തവണ ഈ ആൾക്കാരിൽ ഓൾറെഡി നമുക്കറിയാം 7 പേര് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ പി സതീദേവി 7th പേഴ്സൺ ആണ് കേട്ടോ. 7 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ കുറച്ച് പേര് മാത്രമേ ചെയർമാൻസ് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളൂ, ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പേര് പഠിക്കുക. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ആദ്യത്തത്, നിലവിലുള്ളത്, ഒന്നിലേറെ പ്രാവശ്യം അധ്യക്ഷയായിട്ടുള്ളത്. നമ്മുടെ ജസ്റ്റിസ് ഡി ശ്രീദേവി, ആള് മാറിപ്പോയില്ല, ഇപ്പോൾ ഉള്ളത് സതീദേവി, ഇത് ശ്രീദേവി. അപ്പൊ ജസ്റ്റിസ് ഡി ശ്രീദേവി 2 തവണ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് A, B, C, D, ബി അല്ലേ? ഈ 4ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ KR ഗൗരിയമ്മയുണ്ട്, സുഗതകുമാരിയുണ്ട്, ജോസഫൈനുണ്ട്, ജയന്തി പട്നായിക് ഉണ്ട്. അപ്പോൾ കേരള വനിതാ കമ്മീഷന്റെ ആണ്, ദേശീയ വനിതാ കമ്മീഷന്റെ അല്ല. ഈ ജയന്തി പട്നായിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് അതും എവിടെയൊക്കെ കേട്ടിട്ടുള്ള പേരുകളാണല്ലോ. ജോസഫൈനും നമുക്കൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ്. KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയും ഒത്തിരി പേര് കേട്ട, നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത, പല പോർട്ട്ഫോളിയോസ് ഹെഡ് ചെയ്ത മന്ത്രിയൊക്കെ ആയിരുന്നു KR ഗൗരിയമ്മ.
നമ്മുടെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറായിരുന്നു. നമ്മൾ ഓൾറെഡി അത് 2-3 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഇത് ഇതേപോലെയുള്ള ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലാണ്ട് ഇതേപോലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണ് എന്നൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസിന് പല പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം, നമ്മുടെ പട്ടം തിരുവനന്തപുരത്താണുള്ളത്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഈ പറയുന്ന പട്ടം ഉൾപ്പെടെ ചേർത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To prevent all forms of crimes against women, the state established a vigilant committee in 1997 under Kerala Women's Commission supervision. The committee is known as. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചോദിച്ച ആ എക്സാമിന്റെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. ഇത് നോർമലി അങ്ങനെ നിങ്ങൾ തന്നെ റാങ്ക് ഫയൽസ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ബുക്സ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾ കാണത്തില്ല. അത് അപ്പോൾ നമ്മുടെ നോട്ടിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. 1997 സ്ഥാപിച്ച ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ്. കേരള വനിതാ കമ്മീഷന്റെ സൂപ്പർവിഷനിൽ ഫോം ചെയ്ത ഒരു കമ്മീഷനാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി സ്ഥാപിതമായ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഈ കമ്മിറ്റി ഈ താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ്? കംപ്ലയിൻസ് കമ്മിറ്റി ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൻ, അയൽക്കൂട്ടം, ജാഗ്രത, കുടുംബശ്രീ. അപ്പൊ ഇതിൽ ഏതാണ്? നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ ഉത്തരം ജാഗ്രതാ സമിതിയാണ്. ജാഗ്രതാ സമിതി. ഇതിൽ അയൽക്കൂട്ടവും കുടുംബശ്രീ അല്ല എന്ന് ഏതൊരു വ്യക്തിക്കും അറിയായിരിക്കും. അയൽക്കൂട്ടവും കുടുംബശ്രീ, കാരണം അത് ഇതല്ലല്ലോ. പിന്നെ കംപ്ലയിൻസ് കമ്മിറ്റി ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൻ, അതല്ല, നമ്മുടെ ജാഗ്രതാ സമിതിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. സോ ഇനി അടുത്ത നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുവാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ കുറേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം എത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ അത് കളയരുത്. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ കണ്ടന്റ് റിവൈസ് ചെയ്യുക, വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ്, ആ ഒരു സൈക്കിൾ പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഹിസ്റ്ററി ഓഫ് കേരള വുമൻസ് കമ്മീഷൻ. കേരള വനിതാ കമ്മീഷന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. നമ്മുടെ ദ ബിൽ വാസ് പ്രിപ്പയർഡ് ഇൻ 1990 അണ്ടർ ദ ഗൈഡൻസ് ഓഫ് KR ഗൗരിയമ്മ. നമ്മുടെ KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആയിരുന്നു നമ്മുടെ KR ഗൗരിയമ്മ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പൊ അങ്ങനെ പല പോർട്ട്ഫോളിയോസ് ഒക്കെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് നമ്മുടെ KR ഗൗരിയമ്മ. വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഈ പറയുന്ന ബില്ല്, അതായത് നമ്മുടെ വനിതാ കമ്മീഷൻ ബില്ല് കൊണ്ടുവരുന്നത്. ശരിയാണ്, 1990 തന്നെയാണ്. The act received the assent of the President of India on 15 September 1995. അതെങ്ങനെ ശരിയാവും? 1990 ബില്ല് കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനാ 5 വർഷം എടുക്കുന്നത്? ശരിയാണ്, 5 വർഷം എടുത്തു. കാരണം ഗവർണർ ആയിരുന്നില്ല, ഗവർണർ അത് പ്രസിഡന്റിന് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് 5 വർഷത്തിന് ശേഷം, ഏകദേശം 5 വർഷത്തിന് ശേഷം 1995 സെപ്റ്റംബർ 15 തീയതിയാണ് ഈ ബില്ലിന് അസെന്റ് നൽകുന്നത്. ശരിയാണ്. ദ പ്രസിഡന്റ് ഹു ഗേവ് അസെന്റ് ടു ദ ആക്ട് വാസ് KR നാരായണൻ, അല്ല ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. അപ്പോ KR നാരായണൻ അല്ല ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ്? അപ്പൊ ഇതിൽ നമുക്കറിയാം ആദ്യം 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. When did the Kerala Women's Commission Act 1991 officially came into act? നമ്മുടെ 1991 വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് നിയമപരമായി നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14 ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. 1995 സെപ്റ്റംബർ 15, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട്. 1995 ഡിസംബർ 1 1996 ജനുവരി 1.
അപ്പൊ ഇതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞായിരുന്നു, പ്രസിഡന്റ് അസെന്റ് നൽകുന്നത് 1995 സെപ്റ്റംബർ 15 1995 സെപ്റ്റംബർ 15. അതിനുശേഷം അതേ വർഷം തന്നെ ഒരു 1-2 മാസത്തിനപ്പുറം ഡിസംബർ 1995 ഡിസംബർ 1 1995 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Match the following personalities with their rules during the drafting of the Kerala Women's Commission Bill. ഒരു നല്ലൊരു match the following ക്വസ്റ്റ്യനിലേക്ക് കിട്ടിയിരിക്കുന്നു. Match the following ഒക്കെ ഇപ്പോൾ ഡിഗ്രി ലെവലിൽ ഇതൊക്കെയാണ് ഇപ്പം ഹൈലൈറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണസ്വാമി അയ്യർ ഉണ്ട്, AK ആന്റണി ഉണ്ട്, സുശീല ഗോപാലൻ ഉണ്ട്. അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ അല്ലേ? A chief minister when the first commission is formed provided legal advice for the draft bill, inaugurated the reorganized commission's work in 1997. അപ്പൊ ഇത് നമുക്ക് മാച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഇതിൽ ആരാ? AK ആന്റണി. ഉത്തരം കിട്ടിയില്ലേ? 2A ആണെന്ന് നമ്മുടെ കിട്ടി. ഇനി പ്രൊവൈഡഡ് ലീഗൽ അഡ്വൈസ് എന്നത് ആരായിരിക്കും? ഇതിൽ സുശീല ഗോപാലൻ ആയിരിക്കും, നമ്മുടെ ജഡ്ജി ആയിരിക്കും. ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ ആണ് എന്താ ലീഗൽ അഡ്വൈസർ. ഈ നിയമവുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകിയത് VR കൃഷ്ണ അയ്യർ ആണ്. ഇനി 1997 വനിതാ കമ്മീഷൻ നിയമപ്രകാരം അല്ലെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനെ റീഓർഗനൈസ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ സുശീല ഗോപാലൻ നമ്മുടെ AKജിയുടെ, അതായത് AK ഗോപാലന്റെ ഭാര്യയാണ് സുശീല ഗോപാലൻ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും പേരുകേട്ട നേതാവിൽ ഒരാളാണ്. നമ്മുടെ CPIMന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ്. നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ AKG സെന്റർ ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ. അപ്പോൾ 3 ആണ്. 3 വന്നിട്ട് C തന്നെയാണ്. അപ്പോൾ 1B 2A 3C 1B 2A 3C 1B 2A 3C. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 എന്താണ്? കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട ഇതാണ്. കോമ്പോസിഷൻ നമ്മുടെ ആക്ടിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കിടക്കുന്നത്. നമ്മുടെ കമ്മീഷന്റെ കോമ്പോസിഷൻ ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. ആക്ടിൽ കിടക്കുന്ന പേര് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മീഷൻ എന്നാണ്. അപ്പോൾ സെക്ഷൻ 5 ഓഫ് ദ ആക്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ? അപ്പോൾ അതിൽ ഉള്ള അതിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൽ എത്ര പേരുണ്ട്, ആരൊക്കെ ഏതൊക്കെയാണ്, അപ്പോൾ ആ കാര്യങ്ങളാണ്. അപ്പോൾ A ചെയർപേഴ്സൺ ആൻഡ് 3 other members ആൻഡ് എ ഡയറക്ടർ. ഒരു ചെയർപേഴ്സണും 3 ആൾക്കാരും, 3 മെമ്പേഴ്സും ഒരു ഡയറക്ടറും. ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത മെമ്പേഴ്സും ഒരു സെക്രട്ടറിയും. ഒരു ചെയർപേഴ്സണും ആൻഡ് 5 other members including an SC/ST representative. And D, a chairperson, 2 official members and 2 non-official members. ഇതും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പക്ഷേ അഡ്ഹോക് കമ്മിറ്റിയിലാണ് വരുന്നത്. കമ്മീഷന്റെ അകത്ത് നിന്ന് 2 പേരിൽ കൂടുതലാകാൻ പാടില്ല. അതേപോലെ തന്നെ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ 2 പേര് കൂടാൻ പാടില്ല. ആ 2 പോയിന്റ് മാത്രം വരുന്ന ഒരു കാര്യമുണ്ട്. അത് അഡ്ഹോക് കമ്മിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഈ കമ്മീഷന്റെ അകത്തുള്ള അഡ്ഹോക് കമ്മിറ്റിയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് സെക്ഷൻ 5 പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും ഉണ്ടാകും, 4 കൂടാത്ത മറ്റ് അംഗങ്ങളും ഉണ്ടാകും, സെക്രട്ടറിയും ഉണ്ടാകും. അതായത് മെമ്പർ സെക്രട്ടറി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷൻ വഴി മെമ്പർ സെക്രട്ടറി ആയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ സെക്ഷൻ 5 കോമ്പോസിഷൻ ഓഫ് ദ കമ്മീഷൻ. ഓക്കെ, നോട്ട് മോർ ദാൻ 4 മെമ്പേഴ്സ് ആണ്. 4 പേരെന്നല്ല, നോട്ട് മോർ ദാൻ 4, 4 പേരിൽ കൂടുതലാകാൻ പാടില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. കമ്മീഷനിലെ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഓഫ് ദ 4 other members അറ്റ്ലീസ്റ്റ് 1 shall be a person belonging to SC or a scheduled tribe. അതായത് 4 പേരിൽ, ഈ 4 പേരിൽ ഒരാളെങ്കിലും SCO STO ആയിരിക്കണം. ശരിയാണ്, ആക്ടിൽ പറയുന്നുണ്ട്. 2. The chairperson and 4 other members appointed by the government must be women. ഉണ്ട്, ഈ ഒരു പോയിന്റും ഉണ്ട്. ക്ലാസ്സിൽ ഓർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണാം.
ഈ ഒരു കാര്യം 2007 ഭേദഗതിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ടിൽ ഈ ഒരു പോയിന്റ് മാത്രം ക്ലോസ് എ ക്ലോസ് ബിയിലുള്ള കാര്യം സ്ത്രീകളായിരിക്കണം എന്നുള്ളൊരു പോയിന്റ് ആണ് അവിടെ ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിന് മുകളിലുള്ള 2 പോയിന്റിലും എയും ബിയും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു, ആ ഒരു ഭാഗം ഒറിജിനൽ ആക്ടിലുള്ളതാണ്. പക്ഷെ 2007 ഭേദഗതിയിലാണ് ഈ 2 ആൾക്കാരും, ഈ ക്ലോസ് എയിലും ക്ലോസ് ബി, ആദ്യത്തെയും രണ്ടാമത്തെയും പോയിന്റിലുള്ള ആൾക്കാർ സ്ത്രീകളായിരിക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. 2007 2 പ്രാവശ്യമാണ് ഈ ഒരു നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്, 2002 2007. അതിൽ 2007 ഭേദഗതിയിലാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഫോർ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് മസ്റ്റ് ബി വുമൺ. രണ്ടും ശരിയായിട്ടുള്ള കാര്യമല്ലേ? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോ ഈസ് ആർ ഇൻകറക്റ്റ്? പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ഏതാണ്? എങ്ങനെ ഇരിക്കുന്നു? 1 only, 2 only, both 1 and 2, neither 1 or 2. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ മാർക്ക്. ചിലപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മുടെ മാർക്ക് കൊണ്ട് കളയുന്ന ആൾക്കാർ എക്സാം ഹാളിൽ ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് തെറ്റിക്കരുത്. അപ്പൊ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം neither 1 nor 2. neither 1 nor 2. Next question. What is the total number of sections in the Kerala Women's Commission Act 1991? ഇപ്പൊ നമ്മുടെ വനിതാ കമ്മീഷൻ നിയമത്തിൽ മുഴുവൻ എത്ര സെക്ഷൻ ഉണ്ട്? 24, 26, and C 28 and D 30. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ സി 28 സെക്ഷൻസ് ആണ് ഈ ഒരു ആക്ടിൽ. ഏത് ആക്ടിൽ? നമ്മുടെ വനിതാ കമ്മീഷൻ നിയമം 1991 ഉള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 28 ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ടേം ഓഫ് ഓഫീസ്? സെക്ഷൻ 6 ബന്ധപ്പെട്ടതാണ് ടേം ഓഫ് ഓഫീസ്. സെക്ഷൻ 5 നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, കോമ്പോസിഷൻ ഓഫ് ദ കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ നമ്മുടെ ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ. 6ലേക്ക് വരുന്ന സമയത്ത് ടേം ഓഫ് ഓഫീസിനെ പറ്റിയാണ് പറയുന്നത്. എവരി മെമ്പർ ഹോൾഡ്സ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷം തുടരും. 5 വർഷം തുടരോ? പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസിലും അതിലെ ആ ഒരു കമ്മീഷൻ 3 വർഷമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. പക്ഷേ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അപ്പൊ ഈ കമ്മീഷൻ പക്ഷെ 3 വർഷമല്ല 5 വർഷമാണ് കാലാവധി. ഒരു വ്യത്യാസമാണ്, 5 വർഷമാണ് കാലാവധി. എ മെമ്പർ മേ റിസൈൻ അറ്റ് എനി ടൈം ബൈ റൈറ്റിംഗ് ടു ദ ഗവർണർ. മെമ്പറിന് എപ്പോൾ വേണമെങ്കിലും ഗവർണറിന്റെ അടുത്ത് റെസിഗ്നേഷൻ നൽകാം. സംസ്ഥാനത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ അല്ലേ? അപ്പൊ ഗവർണറിന് മുൻപാകെയല്ലേ റെസിഗ്നേഷൻ നൽകാം എന്നുള്ള. പക്ഷെ ഗവർണർ ആണോ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്? അല്ല, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ്. അപ്പൊ റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത് ആർക്ക് മുൻപാകെയാ? സംസ്ഥാന സർക്കാരിന് മുൻപാകെയാണ്, ഗവർണറിനല്ല. ഓക്കെ, അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു ഫിൽ എ വേക്കൻസി ഹോൾഡ്സ് ഓഫീസ് ഓൺലി ഫോർ ദ റിമൈനിങ് പീരീഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റിമൈനിങ് പീരീഡ് ഓഫ് ദ ടേം ഓഫ് ദ പേഴ്സൺ ഇൻ ഹൂസ് പ്ലേസ് ദേ ആർ അപ്പോയിന്റഡ്. അപ്പൊ ഈ റിമൈനിങ് ടേം, ആ ഒരു കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ സമയത്തും പറഞ്ഞായിരുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 5 വർഷത്തേക്ക് വേണ്ടി നമ്മുടെ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പോലെ, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട്, അല്ല വേണ്ട 3 വർഷം കഴിഞ്ഞിട്ട് ഒരു മെമ്പർ റിസൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വരുമല്ലോ. അപ്പോൾ ആ വേക്കൻസി വേറൊരാളെ അപ്പോയിന്റ് ചെയ്യണം. ഈ പറയുന്ന സെക്ഷൻ 5 പറയുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന ആക്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പുതുതായിട്ട് ഒരാളെ ആ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. പക്ഷേ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് 2 വർഷം കൂടെ കാണത്തുള്ളൂ. കാരണം ആദ്യം ഉണ്ടായിരുന്ന ആളുടെ 5 വർഷത്തിൽ 3 വർഷം ഓൾറെഡി ആ ഒരു വ്യക്തി സെർവ് ചെയ്തു, ഇനി 2 വർഷമേ ഉള്ളൂ. അപ്പൊ ആ ഒരു റിമൈനിങ് പീരീഡിലേക്ക് മാത്രമായിരിക്കും ആ ഒരു വ്യക്തിയുടെ ടെനർ, പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പറിന്റെ ടെനർ എന്ന് പറയുന്നത്. അതൊരിക്കലും വീണ്ടും 5 വർഷമല്ല, ആ ഒരു കമ്മീഷന്റെ കാലാവധിയാണ്. ആൾക്കാരുടെ കാലാവധിയല്ല, കമ്മീഷന്റെ കാലാവധിയാണ് 5 വർഷം. അപ്പൊ ഈ 5 വർഷത്തിനിടയിൽ ഒരു വേക്കൻസി എന്തെങ്കിലും വന്നാൽ പുതുതായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും, അതായത് ആ വേക്കൻസി ഫില്ല് ചെയ്യും. പക്ഷേ റിമൈനിങ് പീരീഡിലേക്ക് മാത്രമേ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിക്ക് കാലാവധി ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ഉം 2 ഉം 1 ഉം 3 ഉം 2 ഉം 3 ഉം എല്ലാം ശരിയാണ്. ആണോ? ഇല്ലല്ലോ. ബി തെറ്റല്ലേ? അല്ലെങ്കിൽ 2 തെറ്റല്ലേ? അപ്പൊ 1 ഉം 3 ഉം ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഓപ്ഷൻ ബി എടുക്കാമല്ലോ. ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹൗ മെനി ടൈംസ് ഹാസ് ദ കേരള വുമൻസ് കമ്മീഷൻ ആക്ട് ബീൻ അമെൻഡഡ്? എത്ര പ്രാവശ്യം നമ്മുടെ കേരള വനിതാ കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്? 2002 മാത്രം ഒരിക്കൽ, 2002 2007 2 പ്രാവശ്യം, 1996 1995 നിലവിൽ വന്നത്. തൊട്ടടുത്ത വർഷം തന്നെ ഭേദഗതി ചെയ്തു. അങ്ങനെ വരത്തില്ല. 2002 2007 അങ്ങനെ മൊത്തം 3 പ്രാവശ്യം. ഇതുവരെ ഭേദഗതി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കറിയാമല്ലോ, നമുക്ക് ഉത്തരം അറിയാം. 2 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? 2002 2007. 2 പ്രാവശ്യം 2002 2007. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റിഗാർഡിംഗ് ദ കോറം ഓഫ് ദ കമ്മീഷൻ, സെക്ഷൻ 7 ആണ് കോറവുമായി ബന്ധപ്പെട്ട. അപ്പോൾ 5, 6, 7 ഒക്കെ നമ്മളായി. 7ലാണ് നമ്മുടെ കോറത്തിന് പറ്റി പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈംലിനെസ് ഈസ് അക്യുറേറ്റ്. ഇപ്പൊ കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? കോറം എന്ന് പറഞ്ഞാൽ ഒരു ഹിയറിംഗ് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് നടക്കുന്ന സമയത്ത് മിനിമം എത്ര ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കണം, അതാണ് കോറം എന്ന് പറയുന്നത്. ഇപ്പൊ പാർലമെന്റിന്റെ കേസിലാണെങ്കിൽ 1/10 ആണ് കോറം. അതായത് മൊത്തത്തിനെ 10 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ 1 പാർട്ട്, അതായത് 1/10 ഓഫ് ടോട്ടൽ, അത്രയും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിന്റെ സെഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷന്റെ സെഷൻ അല്ലെങ്കിൽ ഹിയറിംഗ് നടത്തണമെങ്കിൽ എത്ര പേര് ആ ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഹിയറിംഗ് അറ്റൻഡ് ചെയ്തിരിക്കണം, അവിടെ സിറ്റിംഗ് ആയി പ്രസന്റ് ആയിരിക്കണം. അപ്പോൾ ഒറിജിനൽ കോറം 3 ആയിരുന്നു. അത് 2002 4 കൂട്ടി. ഇൻ 2002 അമെൻമെന്റ് റെഡ്യൂസ്ഡ് ദ കോറം ടു 2. 2002 ഭേദഗതിയോടെ കോറം 2 ചുരുക്കി അല്ലെങ്കിൽ കുറച്ചു. ആൻഡ് 2007 വീണ്ടും 4 പുനഃസ്ഥാപിച്ചു. കോറം ഹാസ് റിമെയിൻ ഫോർ സിൻസ് ആക്ട്സ് ഇൻസെപ്ഷൻ. ആക്ട് വന്ന കാലം മുതൽ ഇന്ന് വരെയും കോറം 4 ആണ്. 2007 അമെൻമെന്റിൽ കോറം 3 ചുരുക്കി. അപ്പൊ ഇതും നമ്മുടെ അമെൻമെന്റിൽ വന്ന കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ ആക്ടിൽ 4 ഉണ്ടായിരുന്നത്. ആദ്യത്തെ, അതായത് ഒറിജിനൽ ആക്ടിൽ 4 ഉണ്ടായിരുന്നത്. 2002 ഭേദഗതിയിൽ അത് കുറച്ച് 2 കോറം 2 കുറച്ചു. വീണ്ടും 2007 ഭേദഗതിയോടെ കോറം വീണ്ടും ആദ്യത്തെ, അതായത് ഒറിജിനൽ ആക്ടിൽ ഉള്ളതുപോലെ തന്നെ 4 റീസ്റ്റോർ ചെയ്തു. അപ്പൊ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഈ ഒരു പോയിന്റ് ഈ പറയുന്ന ഒറിജിനൽ ആക്ടിലും മീൻസ് ഈ 2 ഭേദഗതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the chairperson of the first Kerala Women's Commission formed on 14 March 1996? 1996 മാർച്ച് 14 നമ്മുടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. ഫസ്റ്റ് കമ്മീഷൻ നിലവിൽ വന്നത് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അതിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദ്യം. ജസ്റ്റിസ് ഡി ശ്രീദേവി, എം കമലം, കെ ആർ ഗൗരിയമ്മ, സുഗതകുമാരി. അപ്പൊ ആരാ നമ്മുടെ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത്? നമുക്ക് ഏവർക്കും അറിയാവുന്ന വളരെ റീസെന്റ് എന്ന് പറഞ്ഞാൽ 2020 ഡിസംബർ 23 കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു COVID-19 കാരണം മരണപ്പെട്ടുപോയ വ്യക്തിയാണ് നമ്മുടെ ആദ്യത്തെ അധ്യക്ഷയായ സുഗതകുമാരി. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മരണപ്പെടുന്നത്. ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ തന്നെയാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വളരെ റീസെൻ്റ്ലി ആയിട്ട് നടന്നൊരു സംഭവം. ഡിസംബർ 23 2020 ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ സുഗതകുമാരി, അപ്പോൾ അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കൂടുതലും ലിറ്റററി വർക്ക്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ, നോട്ടബിൾ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ ഇവരുടെ ലിറ്റററി വർക്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സേവ് സൈലന്റ് വാലി ആണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് മൂവ്മെന്റ്. Next question. According to the Act, the Commission can invite an expert to a meeting to assist in decision making. What restriction applies to this invited expert under Section 8, Subsection 3? They can only speak for 10 minutes. They are not entitled to vote. They must belong to an SC/ST category. They must be a woman. അപ്പോൾ നമ്മുടെ ഈ Section 8, Subsection 3 പ്രകാരം
പുറത്തുനിന്നുള്ള എക്സ്പേർട്ടുകളെ നമുക്ക് കൊണ്ടുവരാമല്ലോ കമ്മീഷനിൽ, പക്ഷേ അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് 10 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്നിട്ട് ആകെ 10 മിനിറ്റ് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അവരുടെ കാര്യം ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പോലും പറ്റത്തില്ല. They are not entitled to vote. They must belong to SC/ST category. ഇതൊരു എക്സ്പേർട്ടിനൊന്നും ഒരിക്കലും ഈ ഒരു ക്രൈറ്റീരിയ വരത്തില്ല. കമ്മീഷന്റെ അകത്ത് ഉള്ള ആൾക്കാർ ഇത്ര പേര് സ്ത്രീകളായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര പേര് OBC-കാരായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര പേര് SC/ST ആയിരിക്കണം. അങ്ങനെയൊക്കെ കമ്മീഷന്റെ അകത്തുള്ള ആൾക്കാർ വരും. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒരു കമ്മീഷൻസിലും വരത്തില്ല. ഇനി they must be women. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം? അവർക്ക് സിറ്റിംഗ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അവർക്ക് വോട്ടിംഗ് അവകാശമില്ല. അത് ഏതൊരു എക്സ്പേർട്ട് കമ്മിറ്റി ആണെങ്കിലും ഏതൊരു എക്സ്പേർട്ട് ആണെങ്കിലും പുറത്തുനിന്ന് ഒരു എക്സ്പേർട്ട് വന്നാൽ ഈ ഒരു കാര്യം ഒട്ടുമിക്ക കമ്മീഷൻസിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്മിറ്റീസിലും ഒക്കെ ഇതേ കാര്യം തന്നെയാണ്. അവർക്ക് വോട്ടിംഗ് അധികാരം വരത്തില്ല. സിറ്റിംഗ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വോട്ടിംഗ് അധികാരം വരുന്നില്ല. കമ്മീഷന്റെ അകത്തുള്ള വോട്ടിംഗ് ആണ് ഈ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 9 details the constitution of an ad hoc committee. ad hoc എന്ന് പറഞ്ഞാൽ ടെമ്പററി ആവശ്യത്തിന് വേണ്ടി സ്ഥാപിതമായ കമ്മിറ്റി, ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിനെയാണ് ad hoc കമ്മിറ്റി എന്ന് പറയുന്നത്. Which of the following is true about its composition? കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, നോട്ട് മോർ ദാൻ 3 members of the commission and 3 experts. അപ്പൊ ഇതിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഒറിജിനൽ കോമ്പോസിഷൻ, അതായത് കമ്മീഷന്റെ കോമ്പോസിഷൻ സെക്ഷൻ 5 പറയുന്നത്. അപ്പൊ ആ സെക്ഷൻ 5 പറയുന്നു ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത മെമ്പർമാരും ഒരു മെമ്പർ സെക്രട്ടറിയും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ad hoc കമ്മിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എക്സാക്ട്ലി 2 members of the commission and 3 experts. നോട്ട് മോർ ദാൻ 2 members of the commission. കമ്മീഷനിൽ നിന്നുള്ളവരിൽ 2 പേരിൽ കൂടുതലാകാനും പാടില്ല. ആൻഡ് നോട്ട് മോർ ദാൻ 2 experts. അതേപോലെ തന്നെ എക്സ്പേർട്ടുകളിൽ പുറത്തുനിന്നുള്ള എക്സ്പേർട്ടുകൾ 2 പേരിൽ കൂടുതലാകാൻ പാടില്ല. 1 member of the commission and 4 experts. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന C ആണ്. അതായത് കമ്മീഷനിലുള്ള ആൾക്കാർ 2 പേര് കൂടുതലാകാനും പാടില്ല, അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള എക്സ്പേർട്ട് 2 പേരിൽ കൂടുതലാവാനും പാടില്ല. ഇത് കമ്മീഷനിലല്ല, ad hoc കമ്മിറ്റിയുടെ കേസാണ്. ad hoc കമ്മിറ്റിയുടെ കേസിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ad hoc കമ്മിറ്റി സെക്ഷൻ 9 പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ C ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഹു ഈസ് ദ 7th and current chairperson of the Kerala Vanida Commission? അഡ്വക്കേറ്റ് P. സതീദേവി, ശ്രീമതി VR മഹിളാമണി, ജസ്റ്റിസ് D. ശ്രീദേവി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ. ആരാണ്? ഒരുവിധം ന്യൂസൊക്കെ കാണുവാണ് എങ്കിൽ, പത്രമൊക്കെ വായിക്കുന്നുണ്ട് എങ്കിൽ പഠിക്കാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. നമുക്കറിയാം നിലവിലുള്ള ചെയർപേഴ്സണും 7ാമത്തെയും നിലവിലുമുള്ള ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് P. സതീദേവിയാണ്. P. സതീദേവി. ജസ്റ്റിസ് D. ശ്രീദേവി എന്ന് പറയുന്നത് 2 പ്രാവശ്യം അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജസ്റ്റിസ് D. ശ്രീദേവി 2 പ്രാവശ്യം അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ A ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അസേർഷൻ റീസണിങ് ഒക്കെ പണ്ട് നമ്മുടെ UPSC പ്രിലിംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന PSC നമ്മുടെ പാറ്റേൺ ചേഞ്ചിനൊക്കെ ശേഷം PSCയിലും ധാരാളം അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ UPSCയുടെ അത്രത്തോളം പാടൊന്നുമല്ല, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യം കണ്ടന്റ് അറിയാവുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആ കൂടുതൽ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. Assertion reasoning. Assertion: any member including the secretary can be removed by the government if they become an undischarged insolvent. Any member including the secretary ഉൾപ്പെടെ, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് മോസ്റ്റ് പ്രോബബ്ലി ഡെപ്യൂട്ടേഷൻ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വഴിയായിരിക്കും മെമ്പർ സെക്രട്ടറി ആയിട്ട് ആക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഉൾപ്പെടെ പാപ്പരായാൽ, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആയാൽ ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാരിന് സാധിക്കുന്നതാണ്. ശരിയാണോ? നോക്കാം. അടുത്ത റീസൺ: ദ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു റിമൂവ് എ മെമ്പർ ഹു ഹാസ് അബ്യൂസ്ഡ് യുവർ പൊസിഷൻ ഡിട്രിമെന്റൽ ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് പൊതു താല്പര്യത്തിനെതിരായി ഒരു പ്രവൃത്തി ചെയ്തു കമ്മീഷനിലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ മെമ്പറോ.
അപ്പൊ ആ ഒരു കാരണത്താൽ, അതായത് ഈ ഒരു വ്യക്തി തൽസ്ഥാനത്തിൽ ഇരിക്കുന്നത് പൊതു താല്പര്യത്തിന് എതിരാണ് എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് റീസൺ ശരിയായിട്ടുള്ള കാര്യം, കണ്ടന്റ് ശരിയാണ്. ഇനി നമ്മുടെ അസേർഷനിലേക്ക് വരുന്ന സമയത്ത് പകുതി ശരിയാണ്. ഈ പറയുന്ന കമ്മീഷനിലെ ചെയർപേഴ്സൺ അതേപോലെ തന്നെ മെമ്പേഴ്സിനെ പാപ്പരാവുന്ന സാഹചര്യത്തിൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റും. പക്ഷെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഒരിക്കലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള അസേർഷൻ തെറ്റായിട്ടുള്ള കാര്യമാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Both A and R are true and but R is not the correct explanation of A. A is true but R is false. A is false but R is true. അറിയാലോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അസേർഷൻ തെറ്റാണ്, പക്ഷേ റീസൺ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ സെക്ഷൻ 11, a member can be removed if they are absent from how many consecutive meetings without obtaining leave. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള അവധി അപേക്ഷ നൽകാണ്ട് അല്ലെങ്കിൽ അനധികൃതമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എത്ര മീറ്റിംഗ്സിൽ ഹാജരാകാതിരുന്നാൽ ആ വ്യക്തികളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. 2, 3, 4, 5. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക കമ്മീഷൻസിലും ഒക്കെ കോമൺ ആയിട്ടുള്ള പല ആക്ടിലും ഒക്കെ ഇതേ പ്രൊവിഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പറയുന്ന കാര്യം ഇതാണ്: 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മീറ്റിംഗ്സിൽ അനധികൃതമായി, അനധികൃതം എന്ന് പറയുന്ന ഒരു ടേമിനെയും കാട്ടി ബെറ്റർ ആയിട്ട് പറയുവാണെങ്കിൽ അവധി അപേക്ഷ നൽകാണ്ട് ഹാജരാകാതിരുന്നാൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പൊ 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ് ആണ്. 3 മീറ്റിംഗും അല്ല, 3 കോൺസിക്യൂട്ടീവ്. കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക ആക്ടിലും ഒക്കെ ഇതേ പ്രൊവിഷൻ വരുന്നുണ്ട്. ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the current director of the Kerala Women's Commission? നമ്മുടെ കേരള വനിതാ കമ്മീഷനിലെ നിലവിലുള്ള ഡയറക്ടർ ആരാണ്? ശ്രീ ഹരികുമാർ കെ, അഡ്വക്കേറ്റ് കുൻ ഐഷ പി, ശ്രീ ഷാജി സുകുണൻ IPS, അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. നമ്മുടെ ഡയറക്ടറുടെ ജോലി എന്താ? അന്വേഷണം നടത്തുക. ഇദ്ദേഹം അന്വേഷണ വിഭാഗത്തിന്റെ തലവനാണ് ഡയറക്ടർ. നമ്മുടെ വനിതാ കമ്മീഷനിലെ ഡയറക്ടർ എന്ന് പറയുന്നത് അന്വേഷണ വിഭാഗത്തിന്റെ തലവനാണ്. വനിതാ കമ്മീഷനിലേക്ക് വരുന്ന കേസുകൾ എല്ലാം അന്വേഷിക്കുന്നത്, അതേപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും ഒക്കെ ഓർഗനൈസേഷൻസ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒക്കെ ഓർഗനൈസേഷൻ പുതുതായിട്ട് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അത് വാസ്തവമാണോ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതും നമ്മുടെ ഡയറക്ടർ. ഇതൊക്കെയാണ് ഡയറക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അപ്പൊ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ആരായിരിക്കും? ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാനല്ലേ സാധ്യത? അതെ, നമ്മുടെ ഷാജി സുഗുണൻ IPS അദ്ദേഹമാണ് നിലവിലുള്ള ഡയറക്ടർ ആയിട്ടുള്ളത്. നിലവിലുള്ള ഡയറക്ടർ അദ്ദേഹമാണ്. ഓക്കെ, സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഡയറക്ടർ ഓഫ് കമ്മീഷൻ. ഡയറക്ടർ ഓഫ് കമ്മീഷൻ, ഇപ്പൊ നമ്മൾ ഈ ഡയറക്ടറിനെ പറ്റിയല്ലേ പറയുന്ന, ആ ഡയറക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സെക്ഷൻ 12 പറയുന്നത്, The government appoints the director without consulting the commission. ഗവൺമെന്റിന് എനിക്ക് ഇഷ്ടമുള്ള ആളെ നിയമിക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കത്തില്ല. പറ്റുമോ? ഇല്ല. കമ്മീഷനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഗവൺമെന്റിന് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. The director is appointed for making investigation for the purpose of this act. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഹെഡ് ആണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. In discharging their functions, the director is subjected to the administrative control of the chairperson. ഡയറക്ടർ എന്ന് പറയുന്ന ചെയർപേഴ്സന്റെ കീഴിൽ തന്നെയല്ലേ, ഉറപ്പല്ലേ? ഡയറക്ടർ എന്ന് പറയുന്നത് ചെയർപേഴ്സന്റെ ഭരണാധികാര പരിധിക്കുള്ളിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആക്ടിൽ അത് വളരെ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ്. ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 2ഉം 3ഉം അല്ലെ, 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി അല്ലേ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 to which 3 ആണ്, to which of the following does the Kerala Women's Commission Act not apply? Local bodies in Kerala,
public sector undertakings of the state government, any institution financed directly by the central government, agencies receiving aid from the state government. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഏത് കാര്യത്തിലാണ് നമ്മുടെ വനിതാ കമ്മീഷൻ നിയമം ആപ്റ്റ് ആവാത്ത അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആകാത്തത്? അപ്പൊ ഇതിൽ ഏതിലാണ് ആപ്ലിക്കബിൾ ആകാത്തത്? കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവിടെയൊന്നും കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1991 വാലിഡ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Under Section 13, the salaries, allowances and pensions of the director and staff are charged on. നമ്മുടെ ഡയറക്ടറിൻ്റെയും മറ്റ് സ്റ്റാഫുകളുടെയും സാലറിയും അലവൻസുകളും പെൻഷനും എല്ലാം എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? The contingency fund of the state, the consolidated fund of the state, the public account of the state and the consolidated fund of India. Consolidated fund of India ഒന്നും ആയിരിക്കത്തില്ല, അത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ബാക്കി മൂന്നെണ്ണത്തിൽ ഏതോ ഒന്നാണല്ലോ, അതും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്റ്റേറ്റിലെ ഫണ്ടിൽ തന്നെയാണ്, സ്റ്റേറ്റിന്റെ ഗ്രാൻഡിൽ നിന്നല്ലേ അല്ലെ? പൊതുവെ കമ്മീഷൻസ് യൂണിവേഴ്സിറ്റി ഇവർക്കൊക്കെ ഗ്രാൻഡ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നഷ്ടത്തിൽ ഓടുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിനും ഗ്രാൻഡ് നൽകാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പല കമ്മീഷൻസ് പഠിച്ചു. ദേശീയ വനിതാ കമ്മീഷന്റെ കാര്യമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് നൽകും. സംസ്ഥാനങ്ങൾ അത് ഏജൻസി മുഖാന്തരമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും അലവൻസുകളും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഭരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകളും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് വകയിരുത്തുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓർത്തു വെച്ചോളുക, ഗ്രാൻഡിൽ നിന്നല്ല, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് ദ രജിസ്ട്രേഷൻ ഓഫ് വുമൻസ് ഓർഗനൈസേഷൻസ്, സെക്ഷൻ 14, who verifies the applications and recommends qualified organizations to the commission? അപ്പോൾ നമ്മുടെ സെക്ഷൻ 14 പ്രകാരം നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല ഓർഗനൈസേഷന്റെയും രജിസ്ട്രേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷന് വേണ്ട ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ് ക്വാളിഫൈഡ് ഓർഗനൈസേഷൻ ടു ദ കമ്മീഷൻ. ആരാണ് വെരിഫൈ ചെയ്യുന്നത്? ചെയർപേഴ്സൺ, സെക്രട്ടറി, ഡയറക്ടർ, അഡ്ഹോക് കമ്മിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഡയറക്ടറിന്റെ ചുമതലകളിൽ പെടുന്ന കാര്യങ്ങളാണ് അത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If an organization's application for registration is rejected by the director, where can the aggrieved party file an appeal? ഇപ്പം നമ്മുടെ ഡയറക്ടറിന് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഒരു രജിസ്ട്രേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വുമൻസ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ നമ്മുടെ ഡയറക്ടറിന്റെ മുൻപാകെ സമർപ്പിച്ചു. ഡയറക്ടർ എന്തോ ഒരു കുഴപ്പം കാരണം റിജക്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ നമ്മുടെ ഓർഗനൈസേഷനെ, അതായത് നമ്മുടെ ഈ ഒരു വുമൻസ് ഓർഗനൈസേഷന് എവിടെ അപ്പീൽ സമർപ്പിക്കാം? ഡയറക്ടർ റിജക്റ്റ് ചെയ്ത ആപ്ലിക്കേഷന് അതൃപ്തിയുള്ള ഒരു ബിഗ് പാർട്ടി ആയത് കാരണം ആ ഒരു പാർട്ടിക്ക് എവിടെ അപ്പീൽ സമർപ്പിക്കാം? ടു ദ ഹൈക്കോർട്ട് ഓഫ് കേരള, ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സോഷ്യൽ വെൽഫെയർ മിനിസ്റ്റർ, നമ്മുടെ സ്റ്റേറ്റിന്റെ സാമൂഹിക ക്ഷേമ മന്ത്രി, ദ കമ്മീഷൻ. ഏത് കമ്മീഷൻ? വനിതാ കമ്മീഷൻ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വനിതാ കമ്മീഷന് മുൻപാകെയാണ് അപ്പീൽ സമർപ്പിക്കാവുന്നത് കേട്ടോ. വനിതാ കമ്മീഷന് മുൻപാകെ ഡയറക്ടറിന്റെ തീരുമാനത്തിൽ ആക്ഷേപമുള്ള ഏതൊരു വ്യക്തിക്കും കമ്മീഷന് മുൻപാകെ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which individual held the post of chairperson of the Kerala Women's Commission twice? 2 പ്രാവശ്യം വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തി ആരാണ്? എം കമലം, സുഗതകുമാരി, ജസ്റ്റിസ് ഡി ശ്രീദേവി, പി സതീദേവി. അപ്പൊ ആരാണ് 2 പ്രാവശ്യം വഹിച്ചത്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. പറഞ്ഞ കാര്യം തന്നെയാ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Where are the headquarters of Kerala Women's Commission located? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം, കോഴിക്കോട്, പട്ടം, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പൊ എന്തിനാ ഈ പട്ടം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അല്ലേ? അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പട്ടം, തിരുവനന്തപുരം എന്ന് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേർ ആർ ദ ഹെഡ്ക്വാർട്ടേഴ്സ്? ഇപ്പൊ ചിലപ്പോൾ ഈ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി 4 സ്റ്റേറ്റ്മെന്റ്സ് കാണും. അതിൽ നമുക്ക് ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ഒരെണ്ണത്തിലോ രണ്ടെണ്ണത്തിലോ കൺഫ്യൂഷനും കാണും. അപ്പൊ അതിന് പുറമേ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഈ ഒരു ആസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തിരുവനന്തപുരം ആണെന്ന് അറിയാം. അപ്പൊ അവിടെ ഇരുന്ന് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇപ്പൊ അല്ലെങ്കിൽ അറിയാന്നുള്ള ആൾ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയ്യോ അപ്പോൾ വഴുതക്കാടാണോ പട്ടമാണോ എന്നടുത്ത കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പട്ടം എന്നും കൂടെ ഇട്ടിട്ടുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ ജില്ല മാത്രമാണ്, ഇപ്പൊ ആ എക്സാക്ട് പ്ലേസ് ഉൾപ്പെടെ ചേർത്താണ് ചോദിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് അറിയാം, പട്ടം, തിരുവനന്തപുരം. സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ദ കേരള വുമൻസ് കമ്മീഷൻ. കേരള വനിതാ കമ്മീഷന്റെ ഒഫീഷ്യൽ പ്രസിദ്ധീകരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മഹിളാ ശക്തി ആൻഡ് വുമൻസ് വോയിസ്, വുമൺ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്ത്രീ ശക്തി ന്യൂസ് ബുള്ളറ്റിൻ, കേരള സ്ത്രീ ആൻഡ് നാരി ശക്തി ജാഗ്രത ബുള്ളറ്റിൻ ആൻഡ് വുമൻ സേഫ്റ്റി. അപ്പൊ ഇതിന്റെ ഉത്തരം ഡയറക്റ്റ് ആൻസർ ആണ്. വുമൺ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്ത്രീ ശക്തി ന്യൂസ് ബുള്ളറ്റിൻ ആണ്. ഇതില് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഈ സ്ത്രീ ശക്തിയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള. ചില മെറ്റീരിയൽസിലൊക്കെ ഈ സ്ത്രീശക്തി മാത്രമേ ഉള്ളൂ താനും. ഇത് രണ്ടും അവരുടെ പബ്ലിക്കേഷൻസ് തന്നെയാണ്. പക്ഷെ പലതിലും സ്ത്രീശക്തി മാത്രമേ ഉള്ളൂ. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും സ്ത്രീശക്തിയാണ്. ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which section of the Act states that no act of the Commission shall be invalidated merely on the ground of an existence of a vacancy in the office of any member? ഏതെങ്കിലും ഒരു മെമ്പർ എന്റെ സ്ഥാനം വേക്കൻ്റ് ആണ് എന്നുള്ള കാരണത്താൽ നമ്മുടെ കമ്മീഷന്റെ ഓരോ തീരുമാനങ്ങളും ഇൻവാലിഡ് ആകുന്നില്ല എന്ന് പറയുന്ന വനിതാ കമ്മീഷൻ നിയമത്തിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7, സെക്ഷൻ 8, സെക്ഷൻ 10 ആൻഡ് സെക്ഷൻ 11. ഏതാണ്? ഓർമ്മയുണ്ടോ? നന്നായി ആക്ട് പഠിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഈ സെക്ഷന്റെ നമ്പേഴ്സ് ഒക്കെ മറന്നുപോകും. വേക്കൻസി, അപ്പൊ ഈ ഒരു കാര്യം പറയുന്നത് സെക്ഷൻ 10 ആണ്. ഓപ്ഷൻ സി, സെക്ഷൻ 10. അപ്പൊ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരെ ആക്ട് പോയി ഒന്നുകൂടെ പഠിച്ചിട്ട് വന്ന് വീണ്ടും ചെയ്തു നോക്കാം. ഇതേപോലെയുള്ള സെക്ഷന്റെ നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്. സെക്ഷന്റെ നമ്പർ മാത്രമല്ല, സെക്ഷന്റെ സബ്സെക്ഷൻ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഇപ്പൊ പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അപ്പൊ അത്രയും നന്നായിട്ട് പഠിക്കുക. Which of the following is defined as a public servant under section 2 subsection G of the Act? നമ്മുടെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനേഷൻസ് ആണെന്ന് അറിയാം. അപ്പൊ അതില് സബ്സെക്ഷൻ ജിയിലാണ് പൊതുസേവകൻ, പബ്ലിക് സർവന്റിന്റെ ഡെഫിനേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതില് ഈ പറയുന്ന ആരൊക്കെ വരും അല്ലെങ്കിൽ ആരൊക്കെ ഉൾപ്പെടും? An employee of the government, an employee of a local body, an employee of a government agency. ഇവരെല്ലാവരും ഉൾപ്പെടത്തില്ലേ? ഒരു ഗവൺമെന്റ് ഏജൻസിയുടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡിയുടെ എംപ്ലോയി, ഇവരെല്ലാവരും പൊതുസേവകര് തന്നെയല്ലേ? അല്ലെ? അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആക്ടിൽ നിർവചിച്ചിട്ടുള്ളത്. 1 and 2 only, 2 and 3 only, 1, 2 and 3 all of the above. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇവർ 3 പേരും പൊതുസേവകന്മാരായിട്ട് തന്നെയാണ് നമ്മുടെ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The final report of an ad hoc committee shall be deemed to be the report of the commission only after. നമ്മുടെ അഡ്ഹോക് കമ്മിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ കോമ്പോസിഷനിൽ ഒരു വ്യത്യാസമുണ്ട്. കമ്മീഷനിൽ നിന്ന് 2 പേരിൽ കൂടുതലാകാൻ പാടില്ല. അതേപോലെ തന്നെ എക്സ്പേർട്ട് 2 പേരിൽ കൂടുതലാകാൻ പാടില്ല. അതാണ് ഒരു വ്യത്യാസം. അപ്പൊ ഇതേ അഡ്ഹോക് കമ്മിറ്റിയില അല്ലെങ്കിൽ ഈ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എപ്പോഴാണ് നമ്മുടെ കമ്മീഷന്റെ റിപ്പോർട്ട് ആകുന്നത്? അപ്രൂവൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അപ്രൂവൽ ബൈ ദ കമ്മീഷൻ, പ്രസന്റേഷൻ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സിഗ്നേച്ചർ ഓഫ് ദ ഡയറക്ടർ. അപ്പോൾ നമ്മുടെ അഡ്ഹോക് കമ്മിറ്റി കമ്മീഷന് മുൻപാകെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എപ്പോഴാണോ ആ ഒരു റിപ്പോർട്ട് നമ്മുടെ കമ്മീഷൻ അപ്രൂവൽ ചെയ്യുന്നത്, ആ സമയം മുതൽ ആ ഒരു റിപ്പോർട്ട് കമ്മീഷന്റെ റിപ്പോർട്ടാണ്. അത് തയ്യാറാക്കുന്നത് അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിലും അത് കമ്മീഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മീഷന്റെ റിപ്പോർട്ടായി മാറുന്നതാണ്. ഓൺ അപ്രൂവൽ ബൈ ദ കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ.
During the meeting of the commission, if there is an equality of votes on a question, on any question, who has the second or casting vote? അപ്പോൾ ഈ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു, ഇപ്പോൾ വോട്ടിംഗ് ചെയ്ത സമയത്ത് ടൈ വന്നു. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആർക്കാണ് ഒരു സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ലഭിക്കുന്നത്? ഡയറക്ടർ, സെക്രട്ടറി, ചെയർപേഴ്സൺ ഓർ ദ മെമ്പർ പ്രിസൈഡിംഗ് ഗവർണർ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അധ്യക്ഷ അല്ലെങ്കിൽ മെമ്പർ പ്രിസൈഡിംഗ്, അതായത് ആ ഒരു സെഷന്റെ പ്രിസൈഡ് ചെയ്യുന്ന ആൾ, ആ ഒരു സെഷന്റെ അധ്യക്ഷ. അതിപ്പോ ചെയർപേഴ്സൺ ആവാം, അല്ലെങ്കിൽ ചെയർപേഴ്സന്റെ അഭാവത്തിൽ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിക്കായിരിക്കും ഈ ഒരു സിറ്റിങ്ങിന്റെ അധ്യക്ഷ സ്ഥാനമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിക്കായിരിക്കും സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും. നന്നായി പഠിക്കുക. താങ്ക് യു.